അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ പിന്തുടരേണ്ട ഭക്ഷണക്രമങ്ങൾ എങ്ങനെയൊക്കെയാ? ഭക്ഷണക്രമം പറയുമ്പം ഒന്ന് അഗ്നിയെ വർദ്ധിപ്പിക്കണം. അഗ്നിബലം കുറഞ്ഞിരിക്കുമല്ലേ, അപ്പൊ ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന പോലെയുള്ള ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പം ലഘു, സ്നിഗ്ധം, ഉഷ്ണം ഈ 3 ഗുണങ്ങളുള്ള ഭക്ഷണമാണ് ഈ ഋതുവിൽ കഴിക്കേണ്ടത്. ലഘു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം. പിന്നെ സ്നിഗ്ധം എന്ന് പറയുമ്പം നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള, കാരണം ഗുഡ് ഫാറ്റ് അത്യാവശ്യമാണ്. വാദം കോപിക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പം വാദത്തിന്റെ ഒരു പ്രത്യേക ഗുണമാണ് രൂക്ഷത, അതായത് ഡ്രൈനെസ്. അപ്പൊ വാദം കൂടുമ്പോൾ ശരീരത്തിൽ ഡ്രൈനെസ് കൂടും. അപ്പൊ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുഡ് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഭക്ഷണം. കാരണം ഈ കാലാവസ്ഥ തണുപ്പാണ്, പിന്നെ വാദത്തിന്റെ ഗുണവും അത് തണുപ്പാണ്. അപ്പൊ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ വാദം പിന്നെയും കൂടും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഭക്ഷണം. അപ്പം ഏറ്റവും ദഹിക്കാൻ എളുപ്പം, പിന്നെ നല്ല ഫാറ്റ് അടങ്ങിയത്, പിന്നെ ചൂടുള്ള, ഈ 3 ഗുണങ്ങൾ മെയിനായിട്ട് വേണം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് ഭക്ഷണം ഉപ്പും പുളിയും കുറച്ച് കഴിക്കാനല്ലേ പറയാം. പ്രത്യേകിച്ച് ആയുർവേദം എടുക്കുമ്പോൾ എല്ലാവരും പറയും ഉപ്പും പുളിയും വളരെ കുറച്ച് കഴിക്കണമെന്ന്. പക്ഷെങ്കിൽ ഈ ഋതുവിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ ഉപ്പും പുളിയും ഉള്ള ഭക്ഷണം കഴിക്കാൻ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ 2 ടേസ്റ്റ് നമ്മുടെ വാദത്തിനെ കുറയ്ക്കാനുള്ള കഴിവ് അതിനുണ്ട്.